Assalamualaikum. Hi my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today also we can start the class with dua for knowledge. Rabbi Yasir, wala tu'asir, wa tammim bil khair, wa bikin nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay. So, I think we have finished grammar, vocabulary junction and phonics junction. And now we are moving to grammar junction. Okay, so now we are moving to grammar junction. Then what? In grammar junction, let us see what we are going to learn today. All of you please take your textbook, take page number 82. Read these lines from the poem. I saw the next door garden lie that I had never seen before. The words in bold have the form had plus past participle form of the verb. This form is called the past perfect simple. Okay. അപ്പോൾ നമ്മുടെ ഈ പോയത്തിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്ത 2 lines had given here. അപ്പോൾ അത് നോക്കിയിട്ട് ആണ് അതിൽ നിന്ന് ഒരു ഗ്രാമർ ടോപ്പിക്കാണ് അവർ പഠിപ്പിക്കാൻ പോകുന്നത്. വാട്ട് ഇസ് ഇറ്റ്? ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. അത് മാത്രം മിസ് എഴുതാവേ. I had never seen before. Okay, I had never seen before. The words in bold have the form. അപ്പോൾ ഈ ഹാഡും പിന്നെ എന്തെന്നാ സീനും അല്ലേ, ഹാഡും സീനും ബോൾഡ് ലെറ്ററിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് ഫോമിലാണുള്ളത് നോക്കാം. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, past participle form of the verb. Okay, a വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഹാഡും. ഓക്കെ, ഹാഡും കൊടുത്തിട്ടുണ്ട്. വേർബ് ഏതാ? സി എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സീൻ. അപ്പം ഹാഡും ഉണ്ട്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് അതാണ് കൊടുത്തിരിക്കുന്നത്. അതിന് എന്താ പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് വി യൂസ് ദിസ് ടു ടോക്ക് അബൌട്ട് ദ ഫസ്റ്റ് ഓഫ് 2 പാസ്റ്റ് ആക്ഷൻസ്. ദ സെക്കൻഡ് ആക്ഷൻ ഇസ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ എന്തെന്നാണെന്നറിയാമോ, നമ്മൾ ഇപ്പം ഓരോ ടെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇറ്റ് ഡിനോട്ട്സ് ദ ആക്ഷൻ, ഇറ്റ് ഡിനോട്ട്സ് ദ ടൈം ഓഫ് ആക്ഷൻ. അപ്പോൾ ഒരു ആക്ഷൻ എപ്പോൾ നടന്നു എന്നത് ഈ ടെൻസ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ടെൻസ് യൂസ് ചെയ്യുക. ഒരു ആക്ഷൻ എപ്പോൾ നടന്നു? ഇന്നാണോ, ഇന്നലെയാണോ, മെന്നാണോ, അല്ല ഇന്നാണോ ഇന്നലെയാണോ, അത് ഇനി നടക്കാൻ പോവുകയാണോ? ആക്ഷൻ എപ്പോഴാണ് നടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നടന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ആ ടൈമിനെ കുറിച്ചിട്ട് പറയുന്നതിനാണ് നമ്മൾ ടെൻസ് പഠിക്കുന്നത്. ടൈമിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് വി നീഡ് ടു നോ അബൌട്ട് മച്ച് അബൌട്ട് വാട്ട് ടെൻസസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അതിലിപ്പോൾ ഒരു ടെൻസാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിളിനകത്ത് വരുന്ന അതിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. വേർബ് എന്തായാലും മനസ്സിലാവുമല്ലോ. ആ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ കൂടെ ഹാഡ് ചേർത്തെഴുതുക. ഫിനിഷ്ഡ്. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഇനി നിങ്ങൾ ചോദിക്കും, ഓക്കെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒക്കെ ഏത് സമയത്താണ്? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഓൾറെഡി ഹാപ്പൻ ആണെന്നറിയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏത് സമയത്തായിരിക്കും നമ്മൾ സംസാരിക്കുക? ആ സിറ്റുവേഷൻ ഇനി എന്താണെന്ന് നോക്കാം. We use this to talk about the first of 2 past actions. 2 ഓൾറെഡി നടന്നുപോയ 2 പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ദ സെക്കൻഡ് ആക്ഷൻ ഇസ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതിൽ രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുമ്പം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, വിജയ് കുഡൻ ഡു ഹിസ് ഹോംവർക്ക്. അത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ മിസ് കാണിച്ചു തരുമ്പോൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. വിജയ് couldn't do his homework because he had forgotten to get his workbook from school. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ, എക്സാമ്പിൾ സെൻറ്റൻസാണ്.
Vijay couldn't do his homework because he had forgotten to get his workbook from school. അപ്പോൾ പറയാം രണ്ട് സെൻറ്റൻസ്, രണ്ട് ആക്ഷൻസ് കാണും ഒരു സെൻറ്റൻസിൽ. അപ്പോൾ അതിൽ രണ്ട് ആക്ഷൻസിനകത്ത് എന്താ പറയുന്നത്? ദ സെക്കൻഡ് ആക്ഷൻ ഈസ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, വിജയ് കുഡൻറ്റ് ഡു ഹിസ് ഹോംവർക്ക് ബിക്കോസ് ഹി ഹാഡ് ഫൊഗോട്ടൻ ടു ഗെറ്റ് ഹിസ് വർക്ക് ബുക്ക് ഫ്രം സ്കൂൾ. വിജയിന് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം വിജയ് എന്ത് ചെയ്തു? അവൻ്റെ വർക്ക് ബുക്ക് മറന്നു വെച്ചു. വിജയിൻ്റെ വർക്ക് ബുക്ക് സ്കൂളിൽ മറന്നു വെച്ചത് കാരണം എന്ത് ചെയ്യാൻ? അവന് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏത് ആക്ഷൻ ആദ്യം നടന്നത്? നിങ്ങൾ വെറുതെ അങ്ങ് പറയില്ലേ ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് ആദ്യത്തെ ആക്ഷൻ എന്നല്ല. ഫസ്റ്റ് ആക്ഷൻ എന്താ? ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താ? ആദ്യത്തെ ആക്ഷൻ ആണോ? അല്ല. ഫസ്റ്റ് ഒരു ആക്ഷൻ എഴുതിയെന്ന് വെച്ചാൽ അത് ആദ്യത്തെ ആക്ഷൻ ആണോന്നില്ല. ശ്രദ്ധിക്കുക, വിജയ് കുഡൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. ഹി കുഡൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. അവന് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. വൈ? എന്തുകൊണ്ട്? വാട്ട്സ് ദ റീസൺ? ബിക്കോസ് he had forgotten to get his workbook from school. അവൻ സ്കൂളിൽ നിന്ന് വർക്ക് ബുക്ക് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ആ ബുക്ക് കൊണ്ടുവരാഞ്ഞതുകൊണ്ടല്ലേ അവന് ഹോംവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ആദ്യമേ നടന്ന സംഭവം എന്തെന്നാണ്? അവൻ ബുക്ക് കൊണ്ടുവന്നില്ല. ഓക്കെ, അവൻ ബുക്ക് കൊണ്ടുവന്നില്ല, അതാണ് ആദ്യം നടന്ന സംഭവം. അത് രണ്ടാമതാണ് എഴുതിയിരിക്കുന്നെങ്കിലും ആക്ച്വലി ദ ഫസ്റ്റ് ആക്ഷൻ ഇസ് ദിസ് വൺ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തെന്നാന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹാഡ് ഫൊഗോട്ടൺ കിടപ്പുണ്ടല്ലേ? എവിടെ കിടക്കുന്നു? ഇവിടെ ഹാഡ് ഫൊഗോട്ടൺ കിടക്കുന്നു. പിന്നെയോ ഫസ്റ്റ് ആക്ഷൻ ഇസ് വിജയ് ഹാഡ് ഫൊഗോട്ടൺ ടു ഗെറ്റ് ഹിസ് വർക്ക് ബുക്ക്. അപ്പോൾ വിജയിന് ഇപ്പോൾ ഫസ്റ്റ് ആക്ഷൻ ഏതാ? നമ്മളത് ഇവിടുത്തെ എഴുതാണ്. ഫസ്റ്റ് ആക്ഷൻ, വിജയ് ഹാഡ് forgotten to get his workbook. Then what? Second action, he couldn't do his homework. ഇല്ലേ? അപ്പോൾ ആദ്യത്തെ ആക്ഷൻ എന്തെന്നാണ്? ഫസ്റ്റ് ആക്ഷൻ വിജയ് ഹാഡ് forgotten to get his workbook. സെക്കൻഡ് ആക്ഷനോ? ഹി കുഡൻറ്റ് ഡു ഹിസ് ഹോംവർക്ക്. ആദ്യം എന്താ? ബുക്ക് കൊണ്ടുവന്നില്ല, വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ഷനും സെക്കൻഡ് ആക്ഷനും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ദെൻ വാട്ട്? ഓക്കെ, അപ്പം അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ യൂസ് ചെയ്ത് എഴുതിയിരിക്കുക. ഇനിയോ, വി ഓഫൻ യൂസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വിത്ത് ആഫ്റ്റർ, ബിക്കോസ് ആൻഡ് വെൻ. അതുപോലെ തന്നെ ആഫ്റ്റർ, ബിക്കോസ്, വെൻ, ഈ മൂന്ന് കാര്യങ്ങൾക്കും കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. വി ഓഫൻ യൂസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബിക്കോസ് വന്നുണ്ടോ? ഇവിടെ ബിക്കോസ് ഉണ്ട്. ബിക്കോസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ ബിക്കോസ് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു ആഫ്റ്റർ ഉണ്ട്, ബിക്കോസ് ഉണ്ട്, വെൻ ഉണ്ട്. ആഫ്റ്ററും ബിക്കോസും വെന്നും ഉള്ളിടത്താണ് എന്ത് യൂസ് ചെയ്യുക? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഡ് ഫൊഗോട്ടൺ, ഹാഡ് പ്ലസ് വേർബ് ഇല്ലേ? ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് അല്ലേ? ഫൊഗട്ട് എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഫൊഗോട്ടൻ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഹാഡ് യൂസ് ചെയ്തു. അതുമാത്രമല്ല, അത് എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞാൽ? ബിക്കോസ് അല്ലെങ്കിൽ ആഫ്റ്റർ അല്ലെങ്കിൽ വെൻ. ഓക്കെ, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വി ഹാവ് ടു യൂസ് ദിസ് വൺ. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ദെൻ വാട്ട്? എക്സാമ്പിൾ, ഐ വിൽ ജസ്റ്റ് റീഡ് ഫോർ യു. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ ദ പിക്ചർ ഐ റിട്ടേൺ ദ ക്യാമറ ടു മൈ ഫ്രണ്ട്. അതിൽ ആഫ്റ്റർ വന്നിട്ടുണ്ട്. ആഫ്റ്ററിൻ്റെ കൂടെ പിന്നെന്താ വന്ന? ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ. ഞാൻ അതിൻ്റെ തുടക്കം മാത്രം എഴുതി കാണിക്കാം. ഓക്കെ, ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ പറഞ്ഞില്ലേ? ബിക്കോസ് വരുമ്പോൾ മിസ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്കാം. അതുപോലെ അടുത്ത സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ. അപ്പോൾ ആഫ്റ്റർ റൗണ്ട് ചെയ്യുകയാണ്. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ. കണ്ടോ, ടേക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ടേക്കൺ. അപ്പോൾ ദ ഹാഡ് ടേക്കൺ. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ ദ പിക്ചർ ഐ റിട്ടേൺ ദ ക്യാമറ ടു മൈ ഫ്രണ്ട്. ഓക്കെ, ഇനി അതിൽ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ചെക്ക്, there are two actions. ഇനി അടുത്തത് എന്താ? കിരൺ couldn't make it to the event because he had forgotten to mark the day on his calendar. In that example also two actions have done. Two actions are there, and in that two actions also we can find the past perfect tense along with what? Because. The word because അല്ലേ? നമുക്ക് ആ ബിക്കോസിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കാണാൻ സാധിക്കും. പിന്നെയോ ലാസ്റ്റ് എക്സാമ്പിൾ, വെൻ ഐ ഹാഡ് ഫൊഗോട്ടൺ. അവിടെ വെന്നും വന്നു. അപ്പോൾ വെൻ ഏതൊക്കെയാണ്?
when, after, because. When, after, because. അപ്പോൾ ഈ മൂന്ന് സംഗതികളുടെയും കൂടെ എന്ത് വരുമെന്നാ പറഞ്ഞത്? had plus past participle form of the verb. അതായത് എന്താണ്? past perfect tense. Did you understand? past perfect tense വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ ഇത് വരും. വെൻ, ആഫ്റ്റർ, ബിക്കോസ് ഒക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതോ? അപ്പോൾ when I had forgotten my book, Ajay let me borrow his. Two actions are there. Did you understand? Now read each pair of sentences and tick the one in which the past perfect tense has been used correctly. That is your assignment. Okay, അതിലെ first exercise you have to do as an assignment. Assignment ആയിട്ട് ചെയ്യുക. എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. 2 sentences ആർ ഗിവൺ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഈച്ച് പെയർ ഓഫ് സെൻറ്റൻസസ്. ഓരോ സെൻറ്റൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. ദെൻ വാട്ട്? ടിക്ക് ദ വൺ ഇൻ വിച്ച് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാസ് ബീൻ യൂസ്ഡ് കറക്റ്റ്ലി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത സെൻറ്റൻസ് ഏതാണോ അത് ടിക്ക് ചെയ്യുക. 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനിലും 2 സെൻറ്റൻസ് ഉണ്ട്. യു ഹാവ് ടു റീഡ് ഇറ്റ് കെയർഫുള്ളി. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് സെൻറ്റൻസ് ഹാസ് യൂസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കറക്റ്റ്ലി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്തത് എവിടെയാണ്? അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മിസ്സ് പറഞ്ഞു തന്നു. എപ്പോഴാണ് സിറ്റുവേഷൻസ് പറഞ്ഞു? ഓൾറെഡി 2 ആക്ഷൻസ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെ രണ്ടാമത്തെ ആക്ഷൻ എന്തെന്നാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെയോ? പിന്നെ വേറെ എന്തെന്നാണ് പറഞ്ഞ? ബിക്കോസ്, വെൻ, ആഫ്റ്റർ അല്ലേ? വെൻ, ആഫ്റ്റർ, ബിക്കോസ് എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ കൂടെ ആയിരിക്കും. ആൻഡ് പിന്നെന്താ? ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നും പറഞ്ഞു. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ചെക്ക് when you are going to do this assignment. Okay, inshallah. So I hope you understood this video and the topic also. Watch this video again and again. If you have any kind of doubt, you can approach me through WhatsApp, and inshallah try this assignment, and inshallah I'll send you the answers through WhatsApp. Till then, you take care. Assalamu alaikum.